few breastfeeding hacks which I wish I knew before I became a mom or immediately after becoming a mom. ഒന്ന്, കുട്ടികൾക്ക് കറക്റ്റായിട്ടുള്ള എമൗണ്ട് ഓഫ് ഫീഡ് എസ്പെഷ്യലി ഉണ്ടായ സമയത്ത് ന്യൂബോൺ ഫേസിൽ കൊടുക്കുക. നിങ്ങൾക്ക് ബ്രസ്റ്റ് ഫീഡിങ് ചെയ്യാൻ സാധിക്കുന്നില്ലെങ്കിൽ അത് വിട്ടേക്കുക, ഫോർമുല സ്റ്റാർട്ട് ചെയ്യുക ഇമ്മീഡിയറ്റ്ലി. ബിക്കോസ് ആ റൈറ്റ് എമൗണ്ട് ഓഫ് ഫീഡ് ഇനീഷ്യൽ ഡേയ്സിൽ അവർക്ക് കിട്ടിയില്ലെങ്കിൽ അതുമൂലം ഉണ്ടാകുന്ന കോംപ്ലിക്കേഷൻസ് ഒത്തിരി വലുതാണ്, എസ്പെഷ്യലി ഹൈപ്പോഗ്ലൈസീമിയ, ഹൈ ബിലിറുബിൻ. സോ ഞാൻ അതിനെപ്പറ്റി അധികം പറയുന്നില്ല, പക്ഷേ make sure you give the right amount of feed to your child, especially during the initial days. ഈ ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലും ഒക്കെ കാണുന്ന കുറേ ഡോക്ടേഴ്സും ലാക്ടേഷൻ കൺസൾട്ടും ഒക്കെ പറയുന്ന പോലെയല്ല ഇന്നത്തെ കാലത്ത് നമ്മുടെ ലൈഫ് സ്റ്റൈലും വർക്കിംഗ് സ്കെഡ്യൂൾസും ഒക്കെ വെച്ചിട്ട്, എസ്പെഷ്യലി ഇഫ് യു ആർ വർക്കിംഗ് മോം എന്നെ പോലെയൊക്കെ, കുട്ടികൾക്ക് ബോട്ടിലിൽ പാല് കൊടുത്ത് ശീലിപ്പിക്കുക ആദ്യം മുതൽ തന്നെ. ബിക്കോസ് അത് അല്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് വരും. എസ്പെഷ്യലി എക്സ്ക്ലൂസീവ് ബ്രസ്റ്റ് ഫീഡിംഗ് ഒക്കെ ചെയ്തതിന് ശേഷം 6 മാസം കഴിഞ്ഞ് ബോട്ടിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഒരുപാട് കുട്ടികളിൽ നിന്ന് പാല് കുടിക്കാതെ വരുന്നു. അവർ വെള്ളം പോലും ബോട്ടിലിൽ നിന്ന് കുടിക്കാതെ വരുന്നു. സോ എല്ലാവരും ഒന്ന് ഓപ്പൺ കപ്പിൽ നിന്ന് ചിലപ്പോൾ എടുക്കണമെന്നില്ല. സോ നിങ്ങളുടെ ഒരു മനസ്സമാധാനത്തിനും മുന്നോട്ടുള്ള ലൈഫ് സ്മൂത്തായിട്ട് പോകാൻ വേണ്ടിയിട്ടും കുട്ടികളെ നിർബന്ധമായിട്ടും ബോട്ടിലിൽ നിന്ന് കുടിപ്പിച്ച് പഠിപ്പിക്കുക. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എക്സ്പ്രസ് ചെയ്ത് തന്നെ ഇനീഷ്യൽ ഡേയ്സിൽ നിങ്ങളുടെ വേദനയൊക്കെ ഒന്ന് മാറി നിങ്ങളൊന്ന് സെറ്റിലായ ശേഷം ഒരു 10 ദിവസം കഴിഞ്ഞ് തന്നെ ഇത് ഒരു നേരമെങ്കിലും കൊടുത്ത് ശീലിപ്പിക്കാവുന്നതാണ്. ടിപ്പ് നമ്പർ 3, യൂഷ്വലി ബ്രസ്റ്റ് ഫീഡിങ് ഒരു പെയിൻഫുൾ പ്രൊസീജിയർ അല്ല. സോ ഒരുപാട് പേർക്കൊരു മിഥ്യാധാരണയുണ്ട്, ബ്രസ്റ്റ് ഫീഡിങ് ചെയ്യുമ്പോൾ നിപ്പിൾ പൊട്ടും, അത് സാധാരണ ഒരു നിപ്പിൾ ക്രീം ഒക്കെ വാങ്ങിച്ചേക്കാം. സോ ഇനീഷ്യൽ ഡേയ്സിൽ ഉണ്ടാകുന്ന ഒരു ഡിസ്കംഫോർട്ട് അല്ലാതെ ഇതൊരു കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾക്ക് ഭയങ്കര വേദനയാണെങ്കിൽ അതിൻ്റെ അർത്ഥം സംതിങ് ഈസ് റോങ് എന്നാണ്. സോ ഒന്നെങ്കിൽ പൊസിഷൻസ്, ബ്രസ്റ്റ് ഫീഡിങ്ങിൻ്റെ പൊസിഷൻ മാറ്റി നോക്കുക, അല്ലെങ്കിൽ ഒരു ലാക്ടേഷൻ കൺസൾട്ടൻറ്റിനെ മറ്റോ കണ്ട് കുട്ടികൾക്ക് ഓറൽ റെസ്ട്രിക്ഷൻസ്, അതായത് ടങ് ടൈ, ലിപ് ടൈ, ചീക്ക് ടൈ പോലെയുള്ള കാര്യങ്ങളൊന്നും ഇല്ല എന്ന് ഉറപ്പുവരുത്തുക. ടിപ്പ് നമ്പർ 4, ഈ ബ്രസ്റ്റിൽ നിന്ന് പാലില്ല അല്ലെങ്കിൽ പാലില്ലാത്ത അമ്മമാരെന്നുള്ള ഒരു കോൺസെപ്റ്റ് ഉണ്ടല്ലോ, അത് വളരെ റെയറായിട്ട് സംഭവിക്കുന്ന ഒരു കാര്യമാണ്. മിക്ക പെണ്ണുങ്ങൾക്കും 99% പെൺകുട്ടികൾക്കും ഡെലിവറിക്ക് ശേഷം, സിസേറിന് ശേഷം പാലുണ്ട്. അതായി വരാൻ കുറച്ച് ദിവസം എടുക്കും. അതിനു മുമ്പേ ഫോർമുലയൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ട് പിന്നീട് ഒരിക്കലും ട്രൈ ചെയ്യാതിരിക്കുമ്പോഴാണ് കംപ്ലീറ്റ്ലി പാല് നിന്ന് പോകുന്നത്. അതുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് ഇനീഷ്യൽ ഡേയ്സിൽ പാലില്ലെങ്കിൽ ഫോർമുല സ്റ്റാർട്ട് ചെയ്യുക. പക്ഷേ അതിനോടൊപ്പം തന്നെ കുട്ടിയെ ബ്രസ്റ്റിലേക്ക് റെഗുലർ ഇൻ്റർവെല്ലിൽ കൊണ്ടുവരിക. പിന്നെ പമ്പിങ് വളരെ ഉപകാരപ്പെടുന്ന ഒരു കാര്യമാണ് പാലിൻ്റെ സപ്ലൈ കൂടാൻ വേണ്ടി, എസ്പെഷ്യലി ആദ്യത്തെ ദിവസങ്ങളിൽ. സോ 2 ബ്രസ്റ്റിൽ നിന്നും അറ്റ് എ ടൈം പമ്പ് ചെയ്യുന്നത് വളരെ നല്ല കാര്യമാണ്. സോ അതിന് വേണ്ടിയിട്ട് ഒരു ഇലക്ട്രിക് പമ്പ് നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ, ഇച്ചിരി എക്സ്പെൻസീവ് ആയിരിക്കും, ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ അത് വളരെ നല്ലതാണ് നിങ്ങളുടെ മിൽക്ക് സപ്ലൈ കൂടാൻ വേണ്ടിയിട്ട്. സോ മൈ ഫൈനൽ ടിപ്പ്, പിള്ളേർക്ക് പാല് കിടന്നു കൊടുത്ത് ശീലിക്കാതിരിക്കുക. കാരണം അവർ ടൈം ഗോസ് ബൈ ഇതിനോട് ഭയങ്കര കംഫർട്ടബിളായിട്ട് രാത്രിയിലെല്ലാം ഒരു കംഫർട്ട് ഫീഡിംഗ് എന്നുള്ളൊരു സ്റ്റേജിലേക്ക്